വായിലിരിപ്പും കയ്യിലിരിപ്പും കൊണ്ട് ഇടതു വലതു മുന്നണികൾ അടുപ്പിക്കാതെ വന്നതോടെ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ബി.ജെ.പിയോട് ഒട്ടിനിന്ന പൂഞ്ഞാറാശാൻ ജനപക്ഷം നേതാവ് പി.സി. ജോർജ് ബി.ജെ.പി പാളയത്തിലേക്ക് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് തനിക്കും പാർട്ടിക്കും ചേക്കേറാൻ ഒരിടം തേടി പി.സി. ജോർജും മകനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ ബി.ജെ.പി കേന്ദ്ര നേതാക്കളെ കണ്ടിരുന്നു. തോട് നദിയിൽ ചേരുന്നത് പോലെ ജനപക്ഷം പ്രവർത്തകർ ബി.ജെ.പിയിൽ ചേരാൻ വെമ്പി നിൽക്കുകയാണെന്നാണ് പി.സി. ജോർജ് പറയുന്നത്. അംഗത്വമാണോ ലയനമാണോ ഉദ്ദേശമെന്ന് ചോദിച്ചാൽ ജോർജിന് അത്ര വ്യക്തതയില്ല. LDFും UDFും അടുപ്പിക്കാതെ വന്നതോടെ ഏറെ നാളായി ബി.ജെ.പിയോട് ഒട്ടി നിന്നായിരുന്നു പി.സി. ജോർജിന്റെ രാഷ്ട്രീയ പ്രവർത്തനം. തന്റെ ജനപക്ഷം പാർട്ടിയെ NDA ഘടകകക്ഷിയാക്കി പത്തനംതിട്ട ലോക്സഭാ സീറ്റിൽ സ്ഥാനാർത്ഥിയാവുകയായിരുന്നു ജോർജിന്റെ ഉദ്ദേശം. ഇത് സംബന്ധിച്ച് പലകുറി സംസ്ഥാന ബി.ജെ.പി നേതാക്കളുമായി ജോർജ് ചർച്ച നടത്തി. എന്നാൽ ഘടകകക്ഷിയായി മുന്നണിയിലെടുത്താൽ ജോർജ് കൂറുമാറുമോ എന്നായിരുന്നു സംസ്ഥാന നേതാക്കളുടെ സംശയം. ഇതവർ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഘടകകക്ഷിയായി ജോർജിനെ മുന്നണിയിൽ എടുക്കരുതെന്ന് കട്ടായം പറഞ്ഞു. ഇതോടെ പാർട്ടി അംഗത്വം എടുത്താൽ സഹകരിപ്പിക്കാമെന്നായി കേന്ദ്രം. ഇതോടെ ജോർജ് വെട്ടിലായി. ഗത്യന്തരമില്ലാതെ ബി.ജെ.പി അംഗത്വം എടുക്കാൻ നിർബന്ധിതനുമായി. മകൻ ഷോൺ ജോർജ് ഉൾപ്പെടെ ജോർജിന്റെ ജനപക്ഷം പാർട്ടി പ്രവർത്തകർ ഒന്നാകെ ബി.ജെ.പിയിൽ എത്തുമെന്നാണ് നിലവിലെ വിവരം. പിന്നാലെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ജോർജ് ബി.ജെ.പി സ്ഥാനാർത്ഥിയായി എത്താനും സാധ്യത പ്രവചിക്കുന്നുണ്ട്. പൂഞ്ഞാർ മണ്ഡലത്തിലെ മുൻ MLA ആയിരുന്ന പി.സി. ജോർജ് കേരള കോൺഗ്രസിന്റെ വിവിധ പാർട്ടികളിൽ അംഗമാകുകയും ലയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജെ, കേരള കോൺഗ്രസ് എം തുടങ്ങിയ പാർട്ടികളിൽ പ്രവർത്തിച്ച ജോർജ് കേരള കോൺഗ്രസ് സെക്യുലർ എന്ന പേരിൽ സ്വന്തം പാർട്ടിയും രൂപീകരിച്ചു. തുടർന്ന് കേരള കോൺഗ്രസ് എമ്മിൽ കേരള കോൺഗ്രസ് സെക്യുലർ പാർട്ടി ലയിച്ചു. 2017 വീണ്ടും സ്വന്തമായി ജനപക്ഷം എന്ന പാർട്ടി ഉണ്ടാക്കി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. വിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പേരിൽ ജയിലിലും കിടന്നിട്ടുണ്ട്.